എന്താണ് പ്രപഞ്ചം? ഒരുപക്ഷെ മനുഷ്യവംശത്തേക്കാൾ കൂടുതൽ പഴക്കമുള്ള ചോദ്യമായിരിക്കണം ഇത്. ചോദ്യം ഈ രൂപത്തിലായിരിക്കണമെന്നില്ല. ഭൂമിയുടെ അറിയപ്പെടാത്ത ഏതോ കോണിൽ ഒരു കാട്ടാറിൻ തീരത്ത് പേടമാൻ്റെ പച്ച മാംസം ചവച്ചിറക്കിക്കൊണ്ടിരുന്ന ഏതെങ്കിലും ഒരു ഹ്യൂമനോയിഡ് പതഞ്ഞൊഴുകുന്ന വെള്ളത്തിലേക്ക് സാഹൂതം നോക്കിയിരുന്നപ്പോൾ അവൻ്റെ മനസ്സിൽ ഇത്തരം ഒരു ചോദ്യം ഉയർന്നിരിക്കാം. കുറഞ്ഞ പക്ഷം അറിവ് അഥവാ ബോധം എന്ന പ്രതിഭാസം വികസിച്ച മനുഷ്യൻ എണ്ണമറ്റ താരാഗണങ്ങളിൽ അത്ഭുതം കൂറുന്ന ദൃഷ്ടികൾ ഉറപ്പിച്ച് മലർന്ന് കിടന്നപ്പോൾ അവൻ്റെ മനസ്സിൽ ഈ ചോദ്യം ഉയർന്നിരിക്കാം. ഈ പ്രതിഭാസങ്ങൾ പ്രപഞ്ചത്തിൽ ഏതളവ് വരെ ഉണ്ട് എന്ന് നമുക്ക് ഇന്നും അജ്ഞാതമാണ്. നമ്മുടെ ഇന്നത്തെ അറിവിൽ നാം കാണുന്ന ഏറ്റവും സങ്കീർണമായ ഒന്ന് തന്നെയാണ്. അതായത് നമ്മുടെ തലച്ചോറ്. ഏതോ ക്രമത്തിൽ അടുക്കി വച്ചിരിക്കുന്ന കണികകൾ അതിൻ്റെ തന്നെ അസ്തിത്വം അന്വേഷിക്കും. ജീവൻ എന്ന മഹാത്ഭുതത്തെക്കുറിച്ച് ചിന്തിച്ച് നാം തന്നെ അത്ഭുതപ്പെടുന്നു. ഏതാണ്ട് 1370 കോടി കൊല്ലങ്ങൾക്ക് മുമ്പ്, അതായത് ഇന്ന് നാം അറിയുന്ന സ്ഥലകാലങ്ങൾക്കും മുൻപ്, യഥാർത്ഥത്തിൽ അതെന്തായിരുന്നു എന്ന് നമുക്കിപ്പോഴും അറിയില്ല. എന്നാൽ ഒരു സെക്കൻഡിൻ്റെ വളരെ ചെറിയൊരു അംശം, കൃത്യമായി പറഞ്ഞാൽ ബിഗ് ബാങ് എന്ന് ഇന്ന് നാം വിളിക്കുന്ന ആ കാലസന്ധിക്ക് ശേഷം എന്ത് നടന്നു ഏതാണ്ടൊരു ഊഹം നമുക്കുണ്ട്. ഒരു മുട്ടുസൂചിയുടെ മുട്ടിൻ്റെ കോടിയിലൊരംശം പോലും വലിപ്പമില്ലാത്ത ഒരു സ്ഥലത്ത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്ര ചൂട് രൂപപ്പെട്ടു. ഇന്ന് നമുക്കറിയാവുന്ന 4 അടിസ്ഥാന ബലങ്ങളും, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, വീക്ക് ഇൻട്രാക്ഷൻ, സ്ട്രോങ് ഇൻട്രാക്ഷൻ, ഗ്രാവിറ്റി എന്നിവ ഒരൊറ്റ ബലമായി അതിനുള്ളിൽ പ്രവർത്തിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ഗ്രാവിറ്റി അതിനുള്ളിൽ നിന്നും സ്വതന്ത്രമായി. തുടർന്ന് മറ്റു 3 ബലങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി സ്വതന്ത്രമായി. ബലങ്ങളുടെ ഈ വിഘടിക്കൽ വീണ്ടും വലിയ തോതിലുള്ള ഊർജത്തെ പുറത്തേക്ക് വിട്ടു. ഈ ഉന്നതമായ ഊർജ നിലയിൽ മാറ്റർ ആൻറ്റി മാറ്റർ ദ്വന്ദ്ങ്ങളുടെ സൃഷ്ടി നടന്നു. പരസ്പര വിരുദ്ധങ്ങളായ ഇവ രണ്ടും അപ്പോൾ തന്നെ പരസ്പരം സംഹരിച്ച് വീണ്ടും ഊർജമായി മാറി. ഇങ്ങനെ കോടാനുകോടി മൗലിക കണങ്ങൾ ഉണ്ടാകുകയും നശിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ കുറേ അവശിഷ്ട കണങ്ങൾ എങ്ങനെയോ നശിക്കാതെ നിന്നു. ഇങ്ങനെ അവശേഷിച്ച കണങ്ങളാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, ന്യൂട്രിനോസ് എന്നിവ. ബിഗ് ബാങ്ങിന് ശേഷം രൂപപ്പെട്ട ഭീമാകാരങ്ങളായ നക്ഷത്രങ്ങൾ ലളിതമായ മൗലിക കണങ്ങളാൽ നിർമ്മിക്കപ്പെട്ട വാതകങ്ങളായിരുന്നു. കാലത്തിൻ്റെ പ്രവാഹത്തിൽ ഈ മൗലിക കണങ്ങൾ കൂടുതൽ സങ്കീർണങ്ങളായ കണങ്ങളായി മാറി. ഇത്തരം ഹെവിയർ ആറ്റംസ് പ്രപഞ്ചം മുഴുവൻ ഉണ്ടായി വന്നു. ഈ കണങ്ങളാണ് ഇന്ന് നാം കാണുന്ന എല്ലാം സൃഷ്ടിച്ചത്. കോടാനുകോടി നക്ഷത്രങ്ങൾ അവയുടെ പൊതു കേന്ദ്രത്തിനു ചുറ്റും ഭ്രമണം വെച്ചു തുടങ്ങി. അങ്ങനെ ഗാലക്സികൾ നിർമ്മിക്കപ്പെട്ടു. എല്ലാ വസ്തുക്കളെയും പോലെ ഗാലക്സികളും ജനിക്കുന്നു, വയസ്സാകുന്നു, മരിക്കുന്നു. ഗാലക്സിക്കൂട്ടങ്ങളും ഒറ്റപ്പെട്ട ഗാലക്സികളും എല്ലാം ഗ്രാവിറ്റിയിൽ ബന്ധിതമായി കിടക്കുന്നു. ഏതാണ്ട് 450 കോടി കൊല്ലങ്ങൾക്ക് മുമ്പ് സൂര്യൻ്റെ നിർമ്മിതിയിൽ അവശേഷിച്ച പൊടിപടലങ്ങൾ സൂര്യന് ചുറ്റും പ്രദക്ഷിണം ചെയ്തുകൊണ്ട് വരുന്നു. പൊടിപടലവും ചെറു കഷണങ്ങളും ക്രമേണ ഒത്തുകൂടി കൂടുതൽ വസ്തുക്കളെ ആകർഷിക്കാനുള്ള ഗ്രാവിറ്റി കൈവരിച്ചു.
പതുക്കെ പതുക്കെ ഇത് ചെറിയ ഗ്രഹങ്ങളായി രൂപാന്തരപ്പെട്ടു. സൂര്യനെ വലം വയ്ക്കാൻ തുടങ്ങി. അതിലൊന്ന് നമ്മുടെ ഭൂമിയായിരുന്നു. എന്നാൽ 450 കോടി കൊല്ലങ്ങൾക്ക് മുമ്പ് അത് ജനിക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായിരുന്നു അതിൻ്റെ അവസ്ഥ. വളരെ ഉഗ്രരൂപിണിയായി പ്രചണ്ഡമായിരുന്നു നമ്മുടെ ഭൂമി. ജീവൻ ഇവിടെ ഉണ്ടായേക്കും എന്ന് ഒരിക്കലും കരുതാൻ കഴിയാത്ത അത്ര ഭീകരം. അതികഠിനമായ ചൂടിൽ ലാവ, മാരകമായ വാതകങ്ങൾ, ദുരന്തത്തിനുമേൽ ദുരന്തത്താൽ നിരന്തരം ആക്രമിക്കപ്പെട്ട അവസ്ഥ. ലക്ഷക്കണക്കിന് വർഷങ്ങളിൽ ഗ്രാവിറ്റി പൊടിപടലങ്ങളെയെല്ലാം ചേർത്ത് വെച്ച് ചെറിയ പാറകളാക്കി മാറ്റി. അങ്ങനെ അത്ഭുതകരമായ ആ മൂശയിൽ നിന്നും ഒരു സൃഷ്ടി നടന്നു. ഏതാണ്ട് മില്യൺ വർഷങ്ങൾ കൊണ്ട് ഈ പാറക്കഷണങ്ങളെയെല്ലാം വലിച്ചു ചേർത്ത് ഗ്രാവിറ്റി ഭൂമിയെ നിർമ്മിച്ചു. അതിനോടൊപ്പം സൂര്യനെ ചുറ്റുന്ന 100 കണക്കിന് ചെറിയ ഗ്രഹങ്ങൾ. $450 കോടി കൊല്ലം മുമ്പ് ഭൂമി ഒരു നരകമായിരുന്നു. 2000 ഫാരൻഹീറ്റിൽ അധികം ചൂട്, വായുവില്ല, കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനും ജലകണങ്ങളും മാത്രം. ശുക്രൻ്റെ വലുപ്പമുള്ള മറ്റൊരു ഗ്രഹം പതുക്കെ ഭൂമിക്ക് നേരെ സഞ്ചരിച്ചു തുടങ്ങി. സെക്കൻഡിൽ ഏതാണ്ട് 10 മൈൽ വേഗതയുണ്ട് അതിന്. ഭൂമിയുടെ ഗ്രാവിറ്റി അതിനെ തന്നിലേക്ക് വലിച്ചടിപ്പിച്ചു. ആ കൂട്ടിയിടി ഭീമാകാരങ്ങളായ തരംഗങ്ങളെ ഉണ്ടാക്കി. രണ്ട് ഗ്രഹങ്ങളും ഉരുകി തിളയ്ക്കുന്ന ഒറ്റ ഗ്രഹമായി മാറി. കോടിക്കണക്കിന് ടൺ ശിലാഖണ്ഡങ്ങൾ ചുറ്റുപാടേക്കും തെറിച്ചു. പിന്നീട് ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കൊണ്ട് ഗ്രാവിറ്റി ഈ കഷണങ്ങളെയെല്ലാം ഭൂമിക്ക് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഒരു വലയമാക്കി മാറ്റി. ഈ വലയത്തിൽ നിന്നും ക്രമേണ ഏതാണ്ട് 2000 മൈൽ വലുപ്പമുള്ള ഒരു ഗ്രഹം ഉണ്ടായി വന്നു, നമ്മുടെ ചന്ദ്രൻ.
ആയിരക്കണക്കിന് ആറ്റം ബോംബുകൾ പതിക്കുന്നത് പോലെ ഭൂമി വലിയ പാറക്കഷ്ണങ്ങളാൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. അപ്പോഴും ഭൂമിയുടെ ഉൾക്കാമ്പിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭാരം കൂടിയ ലെഡ്, നിക്കൽ തുടങ്ങിയ മൂലകങ്ങൾ ഉള്ളിലേക്ക് താഴ്ന്നിറങ്ങി ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് എത്തി തിളച്ചു മറിയുന്ന ഉൾക്കാമ്പായി മാറി. അതുപോലെ ഭാരം കുറഞ്ഞ മൂലകങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനത്തോടൊപ്പം പുറത്തേക്കൊഴുകി. തണുത്തുറഞ്ഞ് പാറകളായി മാറി. അങ്ങനെ ഭൂഖണ്ഡങ്ങളുടെ നിർമ്മിതിയുടെ തുടക്കം കുറിച്ചു. എന്നിട്ട് ഭൂമിക്ക് നേരെയുള്ള ആക്രമണം തുറന്നുകൊണ്ടേയിരുന്നു. ഏതാണ്ട് 600 മില്യൺ കൊല്ലം അത് തുടർന്നു. കഠിനമായ ചൂടും വിഷവാതകവും ഒന്നും നിലനിൽക്കാൻ കഴിയാത്ത സാഹചര്യം. പക്ഷേ അതായിരുന്നു വിപ്ലവകരമായ മാറ്റങ്ങളുടെ തുടക്കം, ജീവന്റെ ഉൽപ്പത്തി. സൂര്യൻ്റെ ചൂട് ഇന്നത്തേതിലും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കട്ടിയായ കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ് എന്ന വാതകങ്ങളുടെ അന്തരീക്ഷം. സൂര്യരശ്മി അതിലൂടെ കടന്നു വരാൻ കഴിയാത്ത അവസ്ഥ. പക്ഷേ ഇന്ന് നമ്മൾ കരുതുന്നത് ഈ സാഹചര്യത്തിലാണ് ജീവൻ്റെ ഉത്ഭവം എന്നാണ്. ഒറ്റ സെൽ ബാക്ടീരിയയുടെ രൂപത്തിൽ. ബാക്ടീരിയയാണ് ഏറ്റവും പുരാതനവും ഏറ്റവും സഹജവുമായ ജീവരൂപം എന്ന് നാം കരുതുന്നു. എല്ലാ ജീവികളെയും പോലെ ഇതും വളരുന്നു, ചുറ്റുപാടുകളെ ഉൾക്കൊണ്ട് വികസിക്കുന്നു, പ്രജനനം നടത്തുന്നു. ഓരോ സിംഗിൾ സെൽ ബാക്ടീരിയയ്ക്കുള്ളിലും ഒരു DNA മോളിക്യൂൾ ഉണ്ടാവും. ജീവൻ്റെ വിവരങ്ങളടങ്ങിയ കോഡ് അതിനുള്ളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇത്തരം കോടിക്കണക്കിന് ബാക്ടീരിയകൾ ഹൈഡ്രജൻ സൾഫൈഡ് എന്ന വിഷവാതകത്തിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് നിലനിന്നു. ക്രമേണ അത് മറ്റൊരു ഊർജ സ്രോതസ് കണ്ടെത്തി, സൂര്യൻ. ക്ലോറോഫിൽ എന്ന പുതിയൊരു ചായക്കൂട്ട് പ്രയോജനപ്പെടുത്തി ഹൈഡ്രജനും വെള്ളവും ചേർത്ത് സൂര്യരശ്മിയിൽ ഊർജം നിർമ്മിക്കുന്ന ഒരു രീതി വികസിച്ചു വന്നു, ഫോട്ടോസിന്തസിസ്. ഈ ഇനം ബാക്ടീരിയകൾ പെട്ടെന്ന് തന്നെ കടലിലേക്ക് വ്യാപിച്ചു. കടലെല്ലാം പച്ചപ്പരപ്പായി മാറി. നമ്മുടെ ഗ്രഹത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ മറ്റൊരു തുടക്കം. ഏതാണ്ട് 300 കോടി കൊല്ലങ്ങൾക്ക് മുമ്പാണ് സയാനോ ബാക്ടീരിയ എന്ന ഈ ഇനം ബാക്ടീരിയയുടെ ജനനം എന്ന് കരുതപ്പെടും. ഇവ പതുക്കെ പതുക്കെ സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത അന്വേഷിച്ച് കരയിലേക്ക് കുടിയേറി. ഫോട്ടോസിന്തസിസ് എന്ന പ്രവർത്തനം ഒരു വേസ്റ്റ് ഗ്യാസിന് ഓക്സിജൻ. ഈ ഓക്സിജൻ ആദ്യമായി കടലിലേക്കാണ് ആഗിരണം ചെയ്യപ്പെട്ടത്. അഗ്നിപർവ്വതങ്ങളിലെ ഇരുമ്പിൻ്റെ കണികളുമായി പ്രതിപ്രവർത്തിച്ച് അയൺ ഓക്സൈഡ് എന്ന ഒരു പുതിയ വസ്തു നിർമ്മിക്കപ്പെട്ടു. അടുത്ത ഏതാനും ലക്ഷം വർഷങ്ങളിൽ ഭൂമി അക്ഷരാർത്ഥത്തിൽ നിന്ന് തുരുമ്പിച്ചു. അങ്ങനെ ലോകം മുഴുവൻ ഇരുമ്പയിരിൻ്റെ ശേഖരം നിർമ്മിക്കപ്പെട്ടു. ക്രമേണ ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് കൂടി വ്യാപിച്ചു. അങ്ങനെ ഏതാണ്ട് 1% ഓക്സിജൻ്റെ അളവ് 21% വരെ ഉയർന്നു.
ഈ ഇനം ബാക്ടീരിയകൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഭൂമി ഇപ്പോഴും അപകടകരമായ വാതകങ്ങളാൽ നിറഞ്ഞതാകുമായിരുന്നു. നാം ഈ കാണുന്ന ജീവൻ ഒരിക്കലും ഇവിടെ നിലനിൽക്കില്ലായിരുന്നു. ജീവനാണ് ഈ അന്തരീക്ഷം സൃഷ്ടിച്ചത്. നാം എല്ലാം ഈ പുറന്തോടിൽ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കിത്തന്നതും ഈ ബാക്ടീരിയകളാണ്. അച്ഛനിൽ നിന്നും പുറപ്പെടുന്ന ഏതാണ്ട് 2-3 കോടി ബീജാണുക്കളിൽ ഒന്നിനു മാത്രമേ വിജയിയായി അമ്മയുടെ അണ്ഡവുമായി സംയോജിക്കാൻ കഴിയൂ. അത് അണ്ഡകോശങ്ങളുമായി കൂടിച്ചേരും. അണ്ഡത്തിനുള്ളിൽ വെച്ച് പുരുഷ ബീജത്തിനുള്ളിൽ നിറച്ചു വെച്ചിരിക്കുന്ന ജനിതക വസ്തു പതുക്കെ പടരാൻ തുടങ്ങും. അത് പതുക്കെ പുരുഷകോശത്തെ പൊതിഞ്ഞ് ഒരു ന്യൂക്ലിയസായി രൂപാന്തരം പ്രാപിക്കും. അതോടൊപ്പം ജനിതക വസ്തുവിൽ 23 ക്രോമസോംസ് നിർമ്മിക്കപ്പെടും. പുരുഷബീജത്തിൻ്റെ ചേരലിൽ അണ്ഡകോശത്തിൽ പരിവർത്തനം സംഭവിച്ച് അത് മറ്റൊരു ന്യൂക്ലിയസായി മാറും. അതിലും 23 ക്രോമസോംസ് നിർമ്മിക്കപ്പെടുന്നു. ഇങ്ങനെ 2 ന്യൂക്ലിയസുകൾ ഉണ്ടാവുന്നതോടെ ചിലന്തി വല പോലെ മൈക്രോ ട്യൂബിൾസ് എന്ന് വിളിക്കപ്പെടുന്ന ചരടുകൾ ഇവയെ രണ്ടിനെയും വലിച്ച് അടുപ്പിക്കുന്നു. ഈ 2 സെറ്റ് ക്രോമസോംസ് ഒന്നായി മാറുന്നതോടെ അണ്ഡബീജ സങ്കലനം പൂർത്തിയായി. പുതിയൊരു ജനറ്റിക് കോഡ് നിർമ്മിക്കപ്പെടും. ഈ കോഡാണ് കുട്ടിയുടെ ലിംഗം, മുടിയുടെ നിറം, കണ്ണിൻ്റെ നിറം തുടങ്ങി 100 കണക്കിന് സ്വഭാവവിശേഷങ്ങൾ നിർണ്ണയിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന ഒറ്റ സെൽ ആണ് സൈഗോട്ട്. ഇത് പതുക്കെ ഫലോപ്യൻ ട്യൂബിലൂടെ സഞ്ചരിച്ച് ഗർഭപാത്രത്തിൽ സ്ഥാനം പിടിക്കുന്നു. ഒരു ജന്മത്തിൻ്റെ തുടക്കം ആരംഭിച്ചു കഴിഞ്ഞു. പിന്നീട് ഏതാണ്ട് 40 ആഴ്ചകളുടെ ഒരു യാത്രയാണ്. ക്രമേണ ലക്ഷക്കണക്കിന് സെല്ലുകളാൽ നിർമ്മിക്കപ്പെടുന്ന അവയവങ്ങളുടെ സൂക്ഷ്മ സൃഷ്ടിയാണ്. ഈ സെല്ലുകളാണ് നമ്മുടെ ശരീരം എന്താണ് എന്ന് നിർണ്ണയിക്കുന്നത്. ഓരോ സെല്ലിനുള്ളിലും അവ എങ്ങനെ രൂപാന്തരപ്പെടണം എന്ന നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു കെമിക്കൽ ബ്ലൂ പ്രിൻ്റ് അഥവാ DNA എന്ന മഹാത്ഭുതം അടങ്ങിയിരിക്കുന്നു. നിരന്തരം നെയ്യുന്ന വലകളിലൂടെയാണ് തലച്ചോർ പഠിക്കുന്നത്. ബ്രെയിൻ സെൽസ് പുറപ്പെടുവിക്കുന്ന ആക്സിയോൺ എന്ന് വിളിക്കപ്പെടുന്ന സ്നായുക്കൾ നിരന്തരം ബന്ധങ്ങൾ നിർമ്മിച്ചു കൊണ്ടിരിക്കും. ഈ സെൽ ബന്ധങ്ങളുടെ ഇടയിൽ ചെറിയൊരു വിടവ്, സിനാപ്സിസ് ഉണ്ട്. ആ വിടവുകൾ അടച്ച് ബന്ധം പൂർത്തിയാക്കുന്നത് ചില രാസപദാർത്ഥങ്ങൾ കൊണ്ടാണ്. ഓരോ ബന്ധങ്ങളും ഓരോ പാറ്റേൺ നിർമ്മിക്കുന്നു. അത് ഓരോന്നും ഓരോ ഓർമ്മകളാണ്. പലവരും ആവർത്തിച്ചുകൊണ്ട് ഈ പാറ്റേൺ നിലനിർത്തുന്നു.
ഓരോ തവണയും സെൽ ഒരു പകർപ്പ് എടുക്കുമ്പോഴും അതിൻ്റെ DNA-യുടെ അറ്റത്തു നിന്നും വളരെ ചെറിയ ഒരംശം നഷ്ടപ്പെടും. ഇങ്ങനെ കോടിക്കണക്കിന് തവണ പകർപ്പെടുക്കുമ്പോഴേക്കും സ്വയം പകർത്താനുള്ള അതിൻ്റെ കഴിവ് നഷ്ടപ്പെടും. ജനനം പോലെ തന്നെ മറ്റൊരു പ്രക്രിയയാണ് മരണം. മരണമുഹൂർത്തത്തിൽ നമ്മുടെ രക്തത്തിലേക്ക് ശരീരത്തിലെ സ്വാഭാവിക വേദന സംഹാരികളായ എൻഡോർഫിൻ എന്ന രാസവസ്തുക്കൾ ധാരാളമായി ഒഴുകിയെത്തും. വെറും 10 സെക്കൻഡ് കൊണ്ട് തലച്ചോറിൻ്റെ വൈദ്യുതി പ്രവർത്തനങ്ങൾ നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ കേൾവിയാണ് ഏറ്റവും അവസാനം നിലയ്ക്കുന്നത്. ഏറ്റവും അവസാനം പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് ത്വക്കിൻ്റെ സെല്ല്.